എനിക്കെതിരായി ഒരു വക്കീൽ നോട്ടീസ് ഇന്നലെ ലഭിക്കുകയുണ്ടായി. അപ്പോൾ അതിനുള്ള മറുപടി ഒരാഴ്ചക്കുള്ളിൽ കൊടുക്കണം. മാത്രമല്ല, വക്കീൽ നോട്ടീസിൽ സൂചിപ്പിച്ചിട്ടുള്ളത് 1 കോടി രൂപ കോമ്പൻസേഷനാണ്. പിന്നെ നിരുപാധിക മാപ്പും പിന്നെ അനുബന്ധ ചെലവും. അപ്പം ആദ്യമായിട്ട് ഞാൻ പറയുക, അതൊന്നും കൊടുക്കാൻ എനിക്ക് മനസ്സില്ല. അപ്പം അതിൻ്റെ ഭാഗമായി ജയിലിൽ പോകാനാണ് അന്തിമ വിധിയെങ്കിൽ അത് സന്തോഷപൂർവം സ്വീകരിച്ച് ജയിലിൽ പോകും. വിദ്യാർത്ഥി ജീവിതത്തിൽ മിച്ചഭൂമി സമരത്തിൽ പങ്കെടുത്ത് 30 ദിവസം കണ്ണൂർ സെൻട്രൽ ജയിലിൽ കിടന്ന ഒരാളാണ് ഞാൻ. NGO അധ്യാപക സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ടും റിമാൻഡിലായിട്ടുണ്ട്. മന്ത്രിയായിരിക്കുന്ന സമയത്ത് എൻ്റെ പേരിലുള്ള ഒരു പ്രധാനപ്പെട്ട കേസിൽ ഒറ്റപ്പാലം കോടതി 2.5 വർഷം ശിക്ഷിച്ചിരുന്നു. പക്ഷെ പിറ്റേ ദിവസം തന്നെ ഞാൻ കൺവിക്ഷനും സെൻറ്റൻസും സ്റ്റേ ചെയ്യിപ്പിച്ചു. എൻ്റെ ഡിസ്ക്വാളിഫിക്കേഷൻ ഇല്ലാതാക്കി. കേസ് വിധി വന്നു. പക്ഷേ ഒരു ദിവസം പോലും മന്ത്രിസ്ഥാനം നഷ്ടപ്പെട്ടില്ല. അപ്പം വിധി വന്നു കഴിഞ്ഞാൽ തൊട്ടടുത്ത ദിവസം തന്നെ രാജിവെക്കുകയാണ്. അതിലേക്ക് ഞാൻ പോയിട്ടില്ല. അതുകൊണ്ട് കേസും കോടതിയും എന്നെ സംബന്ധിച്ചിടത്തോളം പുത്തിരിയല്ല. ഇവിടെ ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ് കേരള ചാപ്റ്റർ സെക്രട്ടറി മുഹമ്മദ് ഷിഹാബ് എലിയാസ് ഷിഹാബ് പോക്കൂട്ടൂരിന് വേണ്ടി അഡ്വക്കേറ്റ് അമീൻ ഹസൻ എറണാകുളം, അദ്ദേഹമാണ് എനിക്ക് വക്കീൽ നോട്ടീസ് അയച്ചിട്ടുള്ളത്. നോട്ടീസിൽ പറയുന്ന കാര്യങ്ങളെല്ലാം വസ്തുതാവിരുദ്ധവും തെറ്റിദ്ധരിപ്പിക്കുന്നതും എന്നെയും എൻ്റെ പാർട്ടിയെയും പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ അവഹേളിക്കുന്നതിനും അപമാനിക്കുന്നതിനും അപകീർത്തിപ്പെടുത്തുന്നതിനും വേണ്ടി പരപ്രേരണയിൽ ഗൂഢ ഉദ്ദേശത്തോടെ കെട്ടിച്ചമച്ചതാണ്. ഇതുവഴി ഒരു ന്യൂനപക്ഷ വിരുദ്ധ മനസ്സിൻ്റെ ഉടമയാണ് ഞാൻ എന്ന് വരുത്തുന്നതിനുള്ള ശ്രമവും. കഴിഞ്ഞ 60 വർഷത്തിലേറെക്കാലം നീണ്ടു നിന്നതാണ് എൻ്റെ പൊതുപ്രവർത്തനം. വിദ്യാർത്ഥി ട്രേഡ് യൂണിയൻ പ്രവർത്തനം വഴിയാണ് CPM-ൻ്റെ നേതൃത്വത്തിലെത്തിയത്. അതിൻ്റെ ഇടയിൽ MP, MLA, മന്ത്രി എന്ന നിലയിൽ ഞാൻ നടത്തിയ പ്രവർത്തനം പൊതുജനങ്ങളിൽ ഒരു രൂപത്തിലുമുള്ള ആക്ഷേപം ഉണ്ടാക്കിയിട്ടില്ല. ആകർഷകമായ ഒരു പ്രൊഫഷണൽ ജീവിതം വേണ്ടെന്ന് വെച്ചാണ് പൊതുപ്രവർത്തനത്തിൽ ഞാൻ ഇറങ്ങിയത്. അങ്ങനെ ഇറങ്ങുന്ന സമയത്ത് സാമ്പത്തികമായ അത്തരം വളരെ മെച്ചപ്പെട്ടൊരു സ്ഥിതിയായിരുന്നില്ല എൻ്റെ കുടുംബജീവിതം. തൊഴിലാളി വർഗ കൂറും പ്രതിബദ്ധതയും എൻ്റെ പാർട്ടിയോടുള്ള വിശ്വാസ്യതയും സംരക്ഷിച്ചുകൊണ്ട് അഴിമതി വിമുക്ത തൊഴിലാളി വർഗ സംസ്കാരം കാത്തുസൂക്ഷിച്ചുകൊണ്ട് ഒരു കമ്മ്യൂണിസ്റ്റുകാരനായി ഇന്ന് ഞാൻ ജീവിക്കുകയാണ്. എൻ്റെ കുടുംബജീവിതവും ഇതിനേറെ സഹായിച്ചു. പൊതുജീവിതത്തിൽ ഇന്നേ വരെ മതനിരപേക്ഷതക്കെതിരായിട്ടോ മതന്യൂനപക്ഷ വിരുദ്ധ സമീപനമോ എൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ലെന്ന് മാത്രമല്ല, മതന്യൂനപക്ഷ സംരക്ഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഭൂരിപക്ഷ വർഗീയത ഉയർത്തുന്ന ഫാസിസ്റ്റ് വെല്ലുവിളിക്കെതിരായി ശബ്ദിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളിലെല്ലാം ശബ്ദിച്ചിട്ടുണ്ട്. അവസാനം വരെ ഉണ്ടാവും.
ഇതാണ് എൻ്റെ ചരിത്രം. എനിക്കെതിരായി നോട്ടീസ് അയച്ച ജമായത്തെ ഹിന്ദ് അതിൻ്റെ സെക്രട്ടറി അവരുടെ പ്രസ്ഥാനത്തിൻ്റെ നയമെന്താണ്, ലക്ഷ്യമെന്താണ് എന്ന് പ്രഖ്യാപിക്കണം. അത് പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ പ്രഖ്യാപിക്കണം. ഈ കത്തിൻ്റെ അകത്ത് ഞാൻ കണ്ടില്ല. ഞാൻ ഇന്ത്യ രാജ്യത്തിൻ്റെ മതേതര ജനാധിപത്യ പരമാധികാര സോഷ്യലിസ്റ്റ് മൂല്യങ്ങളെന്ന ഭരണഘടനാദത്തമായ മൂല്യങ്ങൾ മുറുകെ പിടിക്കുന്ന ഒരാളാണ്. ഇന്ത്യൻ ഭരണഘടന അപ്ഹോൾഡ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അതിൽ പറഞ്ഞ സോഷ്യലിസ്റ്റ് ആശയം തൊഴിലാളി വർഗ രാഷ്ട്രീയം ഉൾക്കൊണ്ടുകൊണ്ട് യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്ന ഒരാളാണ് ഞാൻ. ഈ സംഘടന ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കുന്നുണ്ടോ? മതനിരപേക്ഷത അംഗീകരിക്കുന്നുണ്ടോ? മറിച്ച് ഒരു മതരാഷ്ട്രവാദമാണോ അവരുടെ ലക്ഷ്യം എന്നതിനെ സംബന്ധിച്ച വ്യക്തത പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ ഉണ്ടാക്കിക്കൊടുത്തതിന് ശേഷമായിരിക്കണം എനിക്ക് നോട്ടീസ് അയക്കേണ്ടിയിരുന്നത്. വ്യക്തി ജീവിതത്തിലും പൊതുപ്രവർത്തനത്തിലും ഔപചാരിക ജീവിതത്തിലും എതിരാളികളുമായി ഏറ്റുമുട്ടുമ്പോഴും പെരുമാറുമ്പോഴും സഭ്യമായ പെരുമാറ്റവും വ്യക്തിപരമായ ആദരവും മാനിക്കാതെ ഞാൻ ആരോടും സംസാരിച്ചിട്ടില്ല. സഖാവ് VSൻ്റെയും സഖാവ് പിണറായിയുടെയും ഗവൺമെൻറ്റുകളിൽ പ്രധാനപ്പെട്ട വകുപ്പുകൾ കൈകാര്യം ചെയ്യാനുള്ള അവസരം എനിക്ക് ലഭിച്ചിരുന്നു. ഈ വകുപ്പുകൾ പരമാവധി ജനങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചു. പ്രത്യേകിച്ച് വൈദ്യുതി, പട്ടികജാതി, പിന്നോക്ക സാംസ്കാരിക വകുപ്പുകളിൽ നൂതനമായ പദ്ധതികൾ ആവിഷ്കരിച്ചു. കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ ശ്രദ്ധ പിടിച്ചു പറ്റി. വിമർശനങ്ങളെ ഒരിക്കലും എതിരാളികളെ അപമാനിക്കുന്നതിനോ അവഹേളിക്കുന്നതിനോ അധിക്ഷേപിക്കുന്നതിനോ വേണ്ടി ഞാൻ നാളിതുവരെ ശ്രമിച്ചിട്ടില്ല. ഒരു മാതൃകാപരമായ പൊതുപ്രവർത്തനത്തിൻ്റെ ഒരു ഭാഗം ഉൾക്കൊണ്ടുകൊണ്ടാണ് പൊതുജീവിതത്തിൽ എളിയ മേൽവിലാസം എനിക്ക് ലഭിച്ചു. അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഈ അടുത്ത കാലത്ത് KP കേശവമേനോൻ അവാർഡ് അതിൻ്റെ ട്രസ്റ്റ് എനിക്ക് സമ്മാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ ഏതെങ്കിലും രൂപത്തിൽ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ ഇതുവരെ അപമാനിക്കപ്പെട്ടിട്ടില്ല. കമ്മ്യൂണൽ ഹാർമണിയെ, മത സൗഹാർദ്ദത്തെ അനിക്കുന്ന രൂപത്തിലുള്ള ഒരു വാക്കോ പ്രവൃത്തിയോ എൻ്റെ ഭാഗത്തുണ്ടായിട്ടില്ല. ഇതാണ് ആമുഖമായി സൂചിപ്പിക്കാനുള്ളത്. എനിക്കയച്ച വക്കീൽ നോട്ടീസിൻ്റെ ഉള്ളടക്കത്തിലേക്ക് പരിപൂർണമായി കടക്കാൻ ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നില്ല. പ്രധാനപ്പെട്ട ഭാഗം മിനിഞ്ഞാന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ വ്യക്തമായ ഭാഷയിൽ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ നല്ല രൂപത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. മാത്രവുമല്ല, P ജയരാജനെ പോലുള്ള CPMൻ്റെ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർമാരും മറ്റ് സഖാക്കളും എൻ്റെ പരാമർശത്തെ ന്യായീകരിച്ചുകൊണ്ട് പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ വ്യക്തതയും വരുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ആ കാര്യങ്ങളിലേക്ക് അധികം കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ നിയമപരവും സാങ്കേതികവുമായ ചില കാര്യങ്ങൾ സൂചിപ്പിച്ചു പോകേണ്ടത് ആവശ്യമാണ്. എനിക്കയച്ച വക്കീൽ നോട്ടിൽ സൂചിപ്പിച്ച കാര്യങ്ങൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വസ്തുക്കൾക്ക് നിരക്കുന്നതല്ല. ദൃശ്യമാധ്യമങ്ങൾ വഴി എൻ്റെ വീട്ടിൽ വെച്ച് നടത്തിയ പ്രതികരണങ്ങളെ തെറ്റായ രൂപത്തിൽ വളച്ചൊടിച്ചതാണ്. ഞാൻ ഒരു പത്രസമ്മേളനവും നടത്തിയിട്ടില്ല, ഒരു പത്രവാർത്ത ആർക്കും കൊടുത്തിട്ടുമില്ല. പ്രായപരിധിയുടെ പേരിൽ സംഘടനാ ചുമതലകളിൽ നിന്ന് മാറിയതിനു ശേഷം ഇതുവരെ ഒരു പത്രസമ്മേളനവും ഞാൻ വിളിച്ചു ചേർത്തിട്ടില്ല. എന്നാൽ ചില പ്രത്യേക പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരാമർശങ്ങൾ ദൃശ്യമാധ്യമ സുഹൃത്തുക്കൾ എൻ്റെ വീട്ടിൽ വന്ന സമയത്ത് ഞാൻ പറയാറുണ്ട്. അങ്ങനെയാണ് 6/1/2026 രാവിലെ ദൃശ്യമാധ്യമ സുഹൃത്തുക്കൾ സമയം ചോദിച്ച് എൻ്റെ വീട്ടിൽ വന്നു.
വന്ന കാര്യങ്ങൾ ചോദിച്ചപ്പോൾ 3 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. അതിലിവിടെ വന്ന ആൾക്കാരൊക്കെ അതിലുണ്ട്. നമ്പർ 1, വയനാട് കോൺഗ്രസ് നേതൃത്വ ക്യാമ്പിൽ 100 സീറ്റിൽ കോൺഗ്രസ് അധികാരത്തിൽ വരും. പാർട്ടിയുടെ നിലപാട് എന്താണ്? പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ. ഒന്ന്, UDF അധികാരത്തിൽ വന്നാൽ ജമാഅത്ത് ആഭ്യന്തരം ഭരിക്കുമെന്നും 1-ാം മാറാടും 2-ാം മാറാടും അല്ല ഉണ്ടാവുക എന്നുള്ളതാണ്. മറ്റൊന്ന്, പാലക്കാട് ഈ വർഗീയ കലാപത്തിന് ജമാഅത്ത് ശ്രമിച്ചു എന്നുള്ളതാണ്. ഇപ്പോൾ താങ്കൾ പറയുന്നു ഈ വക്കീൽ നോട്ടീസിൽ പറഞ്ഞ സംഘടനയെ കുറിച്ചല്ല പറഞ്ഞത് എന്ന്. അപ്പൊ താങ്കൾ ഏത് സംഘടനയെ കുറിച്ചാണ് ഉദ്ദേശിച്ചത്? അതാണ് അത് കേൾക്കേണ്ടത്. കഴിഞ്ഞല്ലോ. എനിക്കുള്ള ഡിഫേമേഷൻ എന്ന് പറയുന്നത്, ഒന്ന്, ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ് കേരള ചാപ്റ്റർ സെക്രട്ടറി മുഹമ്മദ് ഷിഹാബ് ഇലിയാസ് ഷിഹാബ് പോക്കൂട്ടൂരിൻ്റെതാണ്. അദ്ദേഹത്തെ ഞാൻ അപമാനിച്ചിട്ടില്ല. നമ്പർ 1, ഈ ഡിഫേമേഷൻ്റെ അകത്ത് അദ്ദേഹത്തെ കൂടി അപമാനിച്ചു എന്നാണ് പറയുന്നത്. ഞാൻ അദ്ദേഹത്തിൻ്റെ പേരെടുത്ത് പറഞ്ഞിട്ടേ ഇല്ല, എവിടെയും പറഞ്ഞിട്ടില്ല. 2, അദ്ദേഹം പ്രതിനിധീകരിക്കുന്ന സംഘടനയുടെ പേര് ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ് കേരള ചാപ്റ്റർ സെക്രട്ടറി എന്നാണ്. കേരള ഇസ്ലാമി ഹിന്ദ്, ഇസ്ലാമി ജമാഅത്തെ ഇസ്ലാമി കുറേയുണ്ട്. ഇപ്പോൾ കേരള ജമാഅത്തെ ഇസ്ലാമി എന്നും പറഞ്ഞിട്ടല്ലേ ഇപ്പോൾ AP-ന്റെ ജാഥയില്ലേ അല്ലേ? മുസ്ലിം ജമാഅത്ത് അല്ല കുറേ. കാശ്മീർ ജമാഅത്ത് ഉണ്ട്, കാശ്മീർ ബംഗ്ലാദേശിലുണ്ട്, പാകിസ്ഥാനിലുണ്ട്, നിരവധിയുണ്ട്. ഞാൻ പറഞ്ഞ ഒറ്റക്കാര്യമുള്ളൂ. നിയമപരമായി മറുപടി കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചോളുക. നിയമപരമായിട്ട് മാത്രമേ ഞാൻ അതിൽ പ്രതികരിക്കൂ. അതായത് ഈ സംഘടനയെ എടുത്ത് ഞാൻ പറഞ്ഞിട്ടേ ഇല്ല, ഈ സംഘടനയുടെ പേരേ പറഞ്ഞിട്ടില്ല, ഈ സംഘടനക്കെതിരായിട്ടും പറഞ്ഞിട്ടില്ല. അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഈ ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ് കേരള ചാപ്റ്ററിന്റെ ആളുകൾ ഭരിക്കുന്നതിൽ ഉദ്ദേശിച്ചു വേറെ ഏതോ ജമാഅത്താണ്, അതേ ജമാഅത്താണ്. അല്ല, അതിങ്ങളോട് പറയേണ്ടതില്ല. ഞാൻ എൻ്റെ മറുപടിയിൽ പറഞ്ഞത് കേരള ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ് കേരള ചാപ്റ്ററിനെ പറ്റി ഞാൻ പറഞ്ഞില്ല. ഇനി ഏത് വർഗീയ ശക്തികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏത് ഗവൺമെൻറ് അധികാരത്തിൽ വന്നാലും അവർ സ്വാധീനിക്കും. ആ അർത്ഥത്തിലാണ് ഞാനത് പറഞ്ഞത്. ഏത് ഗവൺമെൻറ് വന്നാലും ഇപ്പം പ്രകടമായി ജമാഅത്തെ പ്രഖ്യാപിക്കുന്നു, ഞങ്ങളുടെ സഹായം UDF-നുണ്ട്. UDF ആ സഹായം പറ്റി അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഈ ആപത്തുണ്ടാകും എന്നുള്ളത് ഞാൻ ചൂണ്ടിക്കാണിച്ചത് ശരിയാണ്. അത് എൻ്റെ അപ്രിഹെൻഷനാണ്. ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഞാനത് പറഞ്ഞത് ഒരു രൂപത്തിലും ഒരു സംഘടനയും ഡിഫൈൻ ചെയ്യാനുള്ളതല്ല. പറഞ്ഞു അത്ര മതി. അത്രയും ഉണ്ട്. ഇല്ല, അത് ഞാൻ ഇദ്ദേഹത്തിന്റെ പേരും പറഞ്ഞിട്ടില്ല, ഈ സംഘടനയുടെ പേരും പറഞ്ഞിട്ടില്ല. അത്രയേ ഉള്ളൂ. അല്ല, അത് ഞാൻ നിങ്ങളോട് പറയേണ്ടിയില്ല. ഞാൻ പിൻവലിച്ചിട്ടില്ലല്ലോ. ഞാൻ പറഞ്ഞെടുക്കെ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. അത് നിങ്ങളോട് പറയേണ്ടയില്ല. ഞാൻ പറഞ്ഞത് ജമാഅത്തെ എന്നാണ് പറഞ്ഞത്, RSS എന്നാണ് പറഞ്ഞത്. ജമാഅത്തെ എന്ന് മാത്രമേ അല്ല പറഞ്ഞു, RSS ജമാഅത്തെ എന്ന് പറഞ്ഞത്. അത് ഏതാണ് എന്നുള്ളത് കോടതി കാണിച്ചു തരാൻ. അത് ആരാണ് എന്നുള്ളത് ഏതാണ് എന്നുള്ളത് കോടതി ചോദിച്ചു. അത് ഞാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ മാറാട് കലാപത്തിൽ ജമാഅത്തെ ഇസ്ലാമി പങ്കെടുത്തു എന്നോ ജമാഅത്തെ ഇസ്ലാമിയാണ് അതിന്റെ പിന്നിലുള്ളത് എന്നോ എന്റെ സ്റ്റേറ്റ്മെന്റിൽ എവിടെയെങ്കിലും ഉണ്ടോ സുഹൃത്തെ? UDF വന്നു കഴിഞ്ഞാൽ അദ്ദേഹം പറഞ്ഞു, UDF വന്നു കഴിഞ്ഞാൽ ഏത് വർഗീയ ശക്തികളുടെ സഹായത്തോടെയാണെങ്കിലും ജമാഅത്തിന്റെ സഹായത്തോടെയാണെങ്കിലും UDF അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ അവർ സ്വാധീനിക്കും, അവർ നിയന്ത്രിക്കും. അത് നമ്മുടെ അനുഭവമാണ്. അത് BJP അധികാരത്തിൽ വന്നാൽ RSS സ്വാധീനിക്കും എന്നുള്ളത് പോലെ തന്നെയാണത്. ജമാഅത്തെ ഏതാണെന്നുള്ളത് ഞാൻ കോടതിയിൽ വ്യക്തമാക്കി തരാം. ഞാൻ ഈ പറഞ്ഞതിൽ ഈ പറഞ്ഞ ആളെ സംബന്ധിച്ചോ അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ് കേരള ചാപ്റ്റർ എന്നോ പറഞ്ഞിട്ടേ ഇല്ല. അതാണ് AK ബാലന്റെ പ്രസ്താവനയുടെ ഉള്ളടക്കം. അന്ന് നിങ്ങൾ എന്റെ മേക്കട്ട് കയറാൻ ശ്രമിച്ചാൽ നിങ്ങളുടെ പേര് ഞാൻ പറഞ്ഞിട്ടില്ല. പറഞ്ഞ മനസ്സിലായില്ല. കേൾക്ക് നിങ്ങളുടെ പിന്നെ TV-ന്റെ പേരും ഞാൻ പറഞ്ഞില്ല. ഞാൻ കാട്ടിയൊരു മാന്യതയാണ്. നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഡിസ്റ്റോർട്ട് ചെയ്യരുത്. നിങ്ങളാണല്ലോ പ്രതിപക്ഷ നേതാവിന് ഇത് എടുത്തിട്ട് കൊടുത്തത്. ബാക്കി ഒന്നിട്ടൊന്നും വന്നിട്ടില്ലല്ലോ. ജമാഅത്തേക്കെതിരായിട്ട് പറഞ്ഞു, ജമാഅത്തിന്റെ സഹായത്തോടു കൂടി നിങ്ങൾ അധികാരത്തിൽ വരാൻ പോകുന്നു എന്ന് AK പറഞ്ഞെന്ന് പറഞ്ഞ് പ്രകോപിപ്പിച്ചതല്ല. അതിനുള്ള മറുപടിയായിരുന്നു. ഞാൻ ആ സംഘടന അയാൾ പറഞ്ഞ എനിക്ക് നോട്ടീസ് അയച്ച സംഘടനയെ പറ്റി പറഞ്ഞിട്ടില്ല. നിയമപരമായി
സാങ്കേതികമായി. ഈ പ്രസ്താവന വിവാദമാക്കുന്നതും കാരണമുണ്ട്. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു തുടർ ഗവൺമെന്റ് അധികാരത്തിൽ വരാൻ പാടില്ല. നമ്പർ 1. നമ്പർ 2, ഇത് ഓർമ്മപ്പെടുത്തി കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും പിണറായി വിജയന്റെയും പേര് ഓർമ്മപ്പെടുത്തും. ചരിത്രത്തിൽ ഇവരുടെ പേര് ഓർമ്മപ്പെടുത്തരുത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും CPM നേതാവ് പിണറായിയുടെയും പേര് ഓർമ്മപ്പെടുത്തരുത്. തലശ്ശേരി ലഹള നടന്ന സമയത്ത്, മാറാട് ലഹള നടന്ന സമയത്ത് CPMന്റെ നിലപാട് എന്തായിരുന്നു, പിണറായി വിജയന്റെ നിലപാട് എന്തായിരുന്നു എന്നുള്ളത് പൊതുസമൂഹത്തിന്റെ മുമ്പിൽ വരാതിരിക്കാൻ ഇത് പറയാനേ പാടില്ല. എന്നാൽ നിങ്ങൾക്ക് രാമജന്മഭൂമിൻ്റെത് പറയാം, ബാബരി മസ്ജിദിന്റെ പറയാം, ഗുജറാത്ത് പറയാം, RSSനെ പറ്റി പറയാം. എങ്ങനെയാണ് ജമാഅത്തെ പറ്റിയിട്ട് പറഞ്ഞാൽ, ഏത് ജമാഅത്തിലായാലും മുസ്ലിമിനെതിരായിട്ട് പറയുന്നത്? ഈ കേരളത്തിലെ മുസ്ലിങ്ങളൊക്കെ അവരുടെ പക്ഷത്താണുള്ളത്. എൻ്റെ വാർഡിൽ, ഞാൻ വോട്ടറായിട്ടുള്ള വാർഡിൽ പറക്കുന്നത്ത് ഒരു മുസ്ലിം പെൺകുട്ടി അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ റിബൺ എഴുതി തലക്ക് കെട്ടി വോട്ട് പിടിച്ച് 310 വോട്ടിന് ജയിച്ചില്ലേ? ഇല്ലേ? ഈ മുനിസിപ്പാലിറ്റിയിൽ ജയിച്ച 9 വാർഡുകളിലും മുസ്ലിം ജനവിഭാഗത്തിന് ഭൂരിപക്ഷമുള്ളതല്ലേ? ഞാൻ ഗോവിന്ദമാഷ് ഉൾപ്പെടെയുള്ള ആളുകൾ ഗോവിന്ദമാഷ് അഭിപ്രായം പറഞ്ഞിട്ടില്ല. അഭിപ്രായം പറയാത്തത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എതിരായിട്ടാണെന്നെങ്കിൽ പറഞ്ഞാലല്ലേ അഭിപ്രായം പറഞ്ഞിട്ടുള്ളൂ. ഞാൻ പറഞ്ഞിട്ടില്ല. കൺവീനർ പറഞ്ഞത് UDF അധികാരത്തിൽ വരാൻ പോകില്ല, ജമാഅത്ത് അഭ്യന്തരം ആവില്ല. ഞാനത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ പറഞ്ഞത് ഏത് പാർട്ടിയും വർഗീയ ശക്തികളുടെ സഹായത്തോടു കൂടി അധികാരത്തിൽ വന്നാൽ അവരുടെ സ്വാധീനം അതിൽ പ്രതിഫലിക്കും. ജമാഅത്തിന്റെ സഹായത്തോടു കൂടിയിട്ടാണ് ഇവർ വരുന്നതെങ്കിൽ ജമാഅത്തിന്റെ സ്വാധീനം അതിലുണ്ടാകും എന്നല്ലേ പറഞ്ഞില്ല. അതിൽ ഞാൻ ഉറച്ചിരിക്കുകയാണ്. അപ്പൊ എല്ലാവരും കൂടി എന്നെ ഒന്ന് ജയിലിലേക്ക് എത്തിക്കുക, വലിയൊരു സമാധാനം.